ഹായ്, ഇതാണ് അരുൾമികു ചന്ദ്രചൂഡേശ്വര ക്ഷേത്രം. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ ഹൊസൂർ നഗരത്തിന്റെ മധ്യഭാഗത്തായി ഒരു കുന്നിൻ മുകളിലായിട്ടാണ് ഈയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തെ മലൈക്കോവിൽ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ചന്ദ്രചൂഡേശ്വരർ അതായത് ശിവനാണ്. ഐതിഹ്യമനുസരിച്ച് പാർവതി ദേവിയെ ഈ കുന്നിലേക്ക് ആകർഷിക്കുന്നതിനായി ശിവൻ ഒരു സ്വർണ്ണ ഉടുമ്പിന്റെ രൂപമെടുത്തു എന്നും അതിനെ പിന്തുടർന്നെത്തിയ ദേവി അതിന്റെ വാലിൽ സ്പർശിക്കുകയും പിന്നീട് ദേവിയുടെ ശരീരം മുഴുവൻ മരതക പച്ച നിറമായി മാറുകയും ചെയ്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പാർവതി ദേവിയെ മരകതാംബാൾ എന്ന പേരിൽ ആരാധിക്കുന്നത്. കുന്നിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള ഒരു കുളം കാണാനായിട്ട് സാധിക്കും. അതിനെ മരതക സരോവരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാർവതി ദേവി ഇതിൽ സ്നാനം ചെയ്തതിനാലാണ് ഇതിലെ വെള്ളത്തിന് പച്ച നിറം ലഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ സ്വർണ്ണരഥം. ഇതിൽ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണല്ലോ ഏഴര പൊന്നാന. ഉത്സവത്തോടനുബന്ധിച്ച് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമല്ലേ അത് പുറത്തെടുക്കൂ. അതുപോലെ തന്നെയാണ് ഈ സ്വർണ്ണരഥവും. എല്ലാ വർഷവും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന വലിയ തേരോട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രഥം സാധാരണയായി പുറത്തെടുക്കാറ്. ഈ തേരോട്ടത്തെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് കാർ ഫെസ്റ്റിവൽ എന്നാണ് രഥം വലിക്കുന്നത് ഇവിടുത്തെ ഒരു വഴിപാടായിട്ടാണ് കണക്കാക്കാറ്. അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിൽ ഭക്തർക്ക് വഴിപാടായി ഈ രഥം വലിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കുന്നുണ്ട്. ശിവന്റെയും പാർവതിയുടെയും ഉത്സവ വിഗ്രഹങ്ങളാണ് ഇതിനുള്ളിൽ കാണാൻ കഴിയുന്നത്. ചില പ്രത്യേക അവസരങ്ങളിൽ ഗണപതിയുടെയും മുരുകന്റെയും വിഗ്രഹങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. തടിയിൽ കൊത്തുപണികൾ ചെയ്തിട്ട് അതിനു മുകളിൽ സ്വർണ്ണ തകിടുകൊണ്ട് പൊതിഞ്ഞാണ് ഈ ഒരു രഥം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് മുൻഭാഗത്തായിട്ട് രഥം വലിക്കുന്ന കുതിരകളുടെയും അത് തെളിക്കുന്ന സാരഥിയുടെയും രൂപങ്ങളും കാണാനായിട്ട് സാധിക്കും ഉത്സവമില്ലാത്ത സമയങ്ങളിൽ ഇത് രഥമണ്ഡപം എന്ന് പറയുന്ന ഒരു മുറിയിലാണ് സൂക്ഷിക്കാറ്. ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി കാണിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ രഥം. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ഈ ക്ഷേത്രം കല്ലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് കല്ലിൽ തീർത്ത ശില്പങ്ങൾ കാണാനായിട്ട് സാധിക്കും ഹൊസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കണം. അത്രയ്ക്ക് മനോഹരമാണ് ഈ ക്ഷേത്രം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.